ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ നവഗ്രഹ സ്തോത്രത്തെക്കുറിച്ചാണ്. ഇത് രചിച്ചിട്ടുള്ളത് കൃഷ്ണദ്വൈപായന വേദവ്യാസ മഹർഷിയാണ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന 9 സൂക്ഷ്മ ശക്തി വിശേഷങ്ങളാണ് ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ. അവ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളെയും പ്രദാനം ചെയ്യുന്നു. നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: സുഖങ്ങളും ദുഃഖങ്ങളും. ഈ സുഖ ദുഃഖങ്ങൾ നമുക്കുണ്ടാകാൻ 3 കാരണങ്ങളുണ്ട്. 3 തലത്തിൽ നിന്നാണ് ഇവ ജനിക്കുന്നത്: ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ. നമ്മൾ പുണ്യപ്രവൃത്തി ചെയ്താൽ സുഖവും പാപപ്രവൃത്തി ചെയ്താൽ ദുഃഖവും ഉണ്ടാകുന്നു. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ വ്യവഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ. അതായത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടതെല്ലാം ഭൂതങ്ങളാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും ഭൂതശബ്ദത്തിൽ ചേർക്കാം. അപ്പോൾ നമ്മളിൽ നിന്നും അന്യമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ചില സുഖങ്ങളും ചില ദുഃഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർ നമ്മെ സുഖിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതിന്റെ ഫലമായിട്ട് എതിർച്ഛയാ നമുക്ക് സുഖദുഃഖങ്ങൾ വരുന്നു. ഇതാണ് ആദിഭൗതികമായ അനുഭവങ്ങൾ. ഇനി മൂന്നാമതായിട്ടുള്ളത് സൂക്ഷ്മ ശക്തികളുടെ പ്രവർത്തനത്തിലൂടെയാണ്. പ്രകൃതിയിൽ പല പ്രവൃത്തികളും ചെയ്യുന്ന സൂക്ഷ്മ ശക്തികളുണ്ട്. ദേവതകൾ എന്നവരെ വിളിക്കും. അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പോൾ സുഖങ്ങളും ചിലപ്പോൾ ദുഃഖങ്ങളും ഉണ്ടാവും. ഇതാണ് ആദിദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ. ഇവിടെ സുഖവും ദുഃഖവും 3 തലത്തിലും ഉണ്ടെങ്കിലും മനുഷ്യർ പ്രധാനമായിട്ടും നിരീക്ഷിക്കുന്നത് ദുഃഖത്തെയാണ്. കാരണം സുഖം എല്ലാവരും കാക്ഷിക്കുന്നതാണ്. അപ്പൊ അത് എന്ത് കാരണം കൊണ്ട് കിട്ടിയാലും അതിനൊരു പരിഹാരം തേടി ആരും പോകാറില്ല. എന്നാൽ ദുഃഖത്തിൽ നിന്നും എല്ലാവരും പരിഹാരം തേടുന്നുണ്ട്. അതുകൊണ്ട് ഈ 3 തലങ്ങളെയും താപത്രയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ദുഃഖത്തിന്റെ 3 ഭാവങ്ങൾ, ദുഃഖത്തിന് കാരണമായിട്ടുള്ള 3 തലങ്ങൾ. വാസ്തവത്തിൽ സുഖവും ദുഃഖവും ഈ തലങ്ങളിൽ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ദുഃഖത്തെ എടുത്തിട്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്കുണ്ടാകുന്ന 3 തരം ദുഃഖങ്ങൾ. നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളിൽ നിന്നും നിവൃത്തി നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ നേടണം. അതായത് അതിൽ നമുക്ക് സ്വാധീനമുണ്ട്. സത്പ്രവൃത്തി ചെയ്ത സുഖങ്ങളും ദുഷ്പ്രവൃത്തി ചെയ്ത ദുഃഖങ്ങളും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് നിഷ്പക്ഷമായി നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണോ അങ്ങനെയുള്ള ഫലങ്ങളെ നമുക്ക് നവഗ്രഹങ്ങളും പ്രദാനം ചെയ്യും. എന്നാൽ ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള തലങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ സ്വാധീനത്തിലല്ല. അവയെ സ്വാധീനിക്കാനുള്ള ശേഷിയും നവഗ്രഹങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മൾ നവഗ്രഹങ്ങളെ ഇവിടെ ഉപാസിക്കുന്നതിലൂടെ ഈ 2 തലത്തിലുമുള്ള ദുഃഖങ്ങളിൽ നിന്നുമുള്ള നിവൃത്തിയും ഈ തലങ്ങളിൽ നമുക്ക് സുഖമുണ്ടാവണം എന്ന അർത്ഥനയുമാണ് നടത്തുന്നത്. പോരാത്തതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും കുറച്ചു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ ചിലപ്പോൾ ദുസ്വപ്നങ്ങളായിട്ടൊക്കെ അനുഭവിച്ച് തീർക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. അപ്പൊ അങ്ങനെയെല്ലാമുള്ള അനുഗ്രഹമാണ് പൊതുവെ നവഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ അർത്ഥിക്കുന്നത്. ഇനി ഗ്രഹങ്ങൾക്ക് കാരകത്വമുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ വിഷയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അപ്പൊ അതത് വിഷയങ്ങളിലുള്ള അനുഗ്രഹവും നമ്മൾ പ്രത്യേകിച്ച് അർത്ഥിക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ മന്ത്രം ചൊല്ലുന്ന സമയത്ത് അത് ഏതേത് ഗുണത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് ചിന്തിക്കാം. അങ്ങനെ 9 ഗ്രഹങ്ങളെയും സ്തുതിക്കുന്ന സ്തോത്രമാണ് ഇത്. ഓം അഥ ശ്രീ നവഗ്രഹ സ്തോത്രം ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ആദ്യമായി തന്നെ നമ്മൾ സ്തുതിക്കുന്നത് സൂര്യഭഗവാനെയാണ്. ജപാകുസുമ സങ്കാശം, അദ്ദേഹത്തിന്റെ നിറം ജപാകുസുമ സദൃശമാണ്. ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവാണ്. അപ്പൊ ചെമ്പരത്തിപ്പൂവിന്റെ സദൃശമായ നിറത്തോടൊത്തവനാണ് സൂര്യഭഗവാൻ. കാശ്യപേയം, സൂര്യൻ ജനിക്കുന്നത് കശ്യപ പ്രജാപതിയുടെയും അദിതിയുടെയും പുത്രനായിട്ടാണ്. അപ്പൊ കശ്യപന്റെ മകനായതുകൊണ്ട് കാശ്യപേയൻ എന്നും അദിതിയുടെ മകനായതുകൊണ്ട് ആദിത്യൻ എന്നും അദ്ദേഹത്തിന് പേര് സിദ്ധിച്ചു. അപ്പൊ അങ്ങനെയുള്ള കാശ്യപേയനാണ് സൂര്യഭഗവാൻ. മഹാദ്യുതിം, അദ്ദേഹത്തിന്റെ പ്രകാശമാണ് ഏറ്റവും വലിയ പ്രകാശം. ഈ ലോകത്തിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ പ്രകാശങ്ങളിലും വെച്ച് ഏറ്റവും വലിയ പ്രകാശം സൂര്യനുള്ളതാണ്. അതുകൊണ്ട് മഹാദ്യുതിയാണ് അദ്ദേഹം. തമോരിം,
അദ്ദേഹത്തിന്റെ സ്വരൂപം പ്രകാശമായതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം എവിടെയുണ്ടോ അവിടെ ഇരുട്ടുണ്ടാവുകയില്ല. അപ്പൊ ഇരുട്ടിന്റെ ശത്രുവാണ് അദ്ദേഹം. അതാണ് തമോ അരി, തമസിന്റെ അരിയാണ് അദ്ദേഹം. സർവപാപഘ്നം, എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ്. ഇവിടെ പാപശബ്ദം കൊണ്ട് ദുഃഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പാപജന്യമായ ഫലങ്ങൾ, പാപകർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്നത് ദുഃഖങ്ങളാണ്. അപ്പൊ സർവപാപഘ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ്. പ്രണതോസ്മി ദിവാകരം, അങ്ങനെയുള്ള ദിവാകരനെ ഞാൻ പ്രണമിക്കുന്നു. പകലിനെ രചിക്കുന്നവനാരോ അവനാണ് ദിവാകരൻ. സൂര്യൻ ഉദിക്കുമ്പോഴാണ് പകൽ ജനിക്കുന്നത്. അപ്പൊ പകലിന്റെ രചയിതാവായിട്ട് സൂര്യനെ കാണുന്നു, അതുകൊണ്ട് ദിവാകരൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ പ്രണതോസ്മി, ഞാൻ നമിക്കുന്നു. ഇവിടെ സൂര്യനെയാണ് നമ്മൾ ഉപാസിച്ചത്. ഇതിലൂടെ നമ്മൾ ആർജിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ബുദ്ധിയെയാണ്. മനസ്സിനെ നിരീക്ഷിക്കുന്ന സാക്ഷിഭാവത്തിലുള്ള ബോധമാണ് ബുദ്ധി. നല്ല തെളിമയുള്ള ബുദ്ധി നമ്മൾ സൂര്യനിൽ നിന്നും ആർജിക്കുകയാണ്. കാരണം ഈ സ്തോത്രത്തിന്റെ ലക്ഷ്യം നല്ല ജീവിതമാണ്. ജീവിതം അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിക്കുക, അതായത് ഭുക്തിയും വേണം മുക്തിയും വേണം. അങ്ങനെ പരിപൂർണമായ ഒരു ജീവിതം അർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്തോത്രം ചൊല്ലുന്നത്. അപ്പൊ അതിനാദ്യമായിട്ട് തന്നെ നമുക്ക് ചില ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. അതിൽ ആദ്യം ചോദിക്കുന്നത് ബുദ്ധിയാണ്. നല്ല ബുദ്ധിയെ സൂര്യനിൽ നിന്നും നമ്മൾ സമ്പാദിക്കണം. കാരണം നല്ല തെളിമയുള്ളവനാണ് സൂര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നന്നായി തെളിയുന്ന ബുദ്ധി പോലെയാണ് സൂര്യൻ ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ നല്ല ബുദ്ധിയെ സൂര്യനിൽ നിന്നും നമ്മൾ സമ്പാദിക്കുന്നു. നല്ല ബുദ്ധിയെ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല തെളിമയും അതിനുണ്ട്, മനസ്സിനോട് ഒട്ടലുമില്ല. ഒട്ടാതെ മാറി നിൽക്കാൻ ശേഷിയുള്ള നല്ല ബുദ്ധിയെ സൂര്യനിൽ നിന്നും നമ്മൾ ആദ്യത്തെ മന്ത്രത്തിൽ അർത്ഥിക്കുന്നു. ജപാകുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. അടുത്തത് ചന്ദ്രനെയാണ് സ്തുതിക്കുന്നത്. ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമുകുടഭൂഷണം. ഇവിടെ ചന്ദ്രനിൽ നിന്നും നമ്മൾ അർത്ഥിക്കാൻ പോകുന്നത് മനസ്സിന്റെ ഉയർച്ചയാണ്, നല്ല മനസ്സിനെയാണ്. ദതിശങ്ക തുഷാരാഭം, ചന്ദ്രൻ വെളുത്ത നിറത്തിലുള്ളവനാണ്. അദ്ദേഹത്തിന്റെ വെളുപ്പ് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കാൻ 3 വസ്തുക്കളെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് ദധി, നല്ല കട്ടത്തൈരിന്റെ നിറമാണ് അദ്ദേഹത്തിന്. ശംഖം, നല്ല ശംഖിന്റെ നിറമാണ് അദ്ദേഹത്തിന്. തുഷാരം, നല്ല മഞ്ഞിന്റെ നിറമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ ഇത് 3നുമുള്ള വെളുത്ത നിറമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനത്തെ നിറത്തോടൊത്തവനാണ് ചന്ദ്രൻ. ക്ഷീരോദാർണവ സംഭവം, അദ്ദേഹം പാലാഴിയിൽ നിന്നാണ് ആവിർഭവിച്ചത്. പാലാഴി കടഞ്ഞ സമയത്ത്, അതായത് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം നടത്തിയ സമയത്ത് ആ പാലാഴിയിൽ നിന്നും ആവിർഭവിച്ചവനാണ് ചന്ദ്രൻ. നമാമി ശശിനം, ശശിയെ ഞാൻ നമിക്കുന്നു. ശശം എന്ന വാക്കിന് മുയൽ എന്നാണ് അർത്ഥം. ചന്ദ്രന്റെ ബിംബത്തെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അതിൽ മുയലിന്റെ ആകൃതിയിലുള്ള ഒരു കളങ്കം കാണാൻ സാധിക്കും, ഒരു പാട് കാണാൻ സാധിക്കും. അപ്പോൾ ആ മുയലിന്റെ ആകൃതിയിലുള്ള പാടുള്ളവനായതുകൊണ്ട് ശശി എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. ആ ശശിയെ ഞാൻ നമിക്കുന്നു. സോമം, അദ്ദേഹം സോമനാണ്, ചന്ദ്രന്റെ പര്യായ പദമാണ്. സോമം എന്ന വാക്കിന് ചന്ദ്രൻ എന്ന് തന്നെയാണ് അർത്ഥം. അതല്ലാതെ സൂക്ഷ്മാർത്ഥം അമൃതം എന്നുമുണ്ട്. അമൃതം, അമൃതസ്വരൂപനായിരിക്കുന്നവൻ, അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നവൻ. സസ്യങ്ങൾക്കൊക്കെ പോഷണം നൽകുന്നത് ചന്ദ്രനാണെന്ന് പറയും. അതിൽ ഔഷധ ഗുണത്തെ വളർത്തുന്നത് ചന്ദ്രനാണെന്ന് പറയും. അതുകൊണ്ട് സോമനാണ് അദ്ദേഹം. പിന്നെ അമൃതം എന്ന് പറയുന്നത് കൊണ്ട് ആനന്ദത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ആനന്ദിപ്പിക്കുന്നവനായതുകൊണ്ടും സോമനാണ് അദ്ദേഹം. ശംഭോർ മുകുടഭൂഷണം, ശംഭുവിന്റെ ജടയിൽ ഒരു ആഭരണമായിട്ട് വസിക്കുന്നവനാണ് ചന്ദ്രൻ. അതായത് പരമശിവൻ ധരിച്ചിട്ടുള്ളത് ചന്ദ്രക്കലയാണ്. അങ്ങനെയുള്ള ചന്ദ്രനെ ഞാൻ നമിക്കുന്നു. ഇവിടെ മനസ്സിനു വേണ്ടി, നല്ല മനസ്സിനു വേണ്ടിയാണ് നമ്മൾ അർത്ഥിക്കുന്നത്. സൂര്യനിൽ നിന്നും നല്ല തെളിമയുള്ള ബുദ്ധി കിട്ടി. ബുദ്ധിക്ക് തെളിമയുണ്ടെങ്കിൽ മനസ്സിൽ നിന്നും വിട്ടു നിൽക്കാൻ അതിന് സാധിക്കും. ഇനി മനസ്സിന് നല്ല തെളിമയുണ്ടാവണം, അതിന് വ്യക്തതയുണ്ടാവണം. നല്ല വാസനകളിലൂടെ നല്ല ചിന്തകൾ ഉണ്ടായി ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിചാരവും നല്ല പ്രസന്നതയും അതിനുണ്ടെങ്കിലേ നന്നായി അതിന് പ്രവർത്തിക്കാൻ പറ്റും. ആ ഗുണങ്ങൾ, മനസ്സിന്റെ ആ നന്മകളാണ് നമ്മൾ ചന്ദ്രനിൽ നിന്നും അർത്ഥിക്കുന്നത്. കാരണം ചന്ദ്രൻ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്.
അപ്പോൾ നല്ല ആനന്ദമുള്ള മനസ്സ് നമുക്ക് വേണമെന്ന് ചന്ദ്രനിൽ നിന്നും അർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ നല്ല ബുദ്ധിയും നല്ല മനസ്സും നമ്മൾ അർത്ഥിച്ചു കഴിഞ്ഞു. ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർമുകുടഭൂഷണം. അടുത്തത് മൂന്നാമത്തെ മന്ത്രത്തിൽ നമ്മൾ കുജനെയാണ് ഉപാസിക്കുന്നത്, ചൊവ്വയെ. ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ധരണീഗർഭസംഭൂതം, ധരണി എന്നാൽ ഭൂമി, ഭൂമിയുടെ മകനായിട്ടാണ് കുജൻ ജനിച്ചത്. അതായത് വരാഹമൂർത്തിക്ക് ഭൂമിയിൽ ഉണ്ടായ പുത്രനാണ് കുജൻ. അതുകൊണ്ട് ധരണീഗർഭസംഭൂതം. വിദ്യുത് കാന്തി സമപ്രഭം, വിദ്യുത് എന്നാൽ ഇടിമിന്നൽ, ഇടിമിന്നലിന്റെ പ്രകാശം പോലെ ശോഭിക്കുന്ന ദേഹത്തോടൊത്തവനാണ് കുജൻ. അതുകൊണ്ട് വിദ്യുത് കാന്തി സമപ്രഭം. കുമാരം, കുമാര ശബ്ദത്തിന് പുത്രൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഭൂമിയുടെ പുത്രനാണെന്ന് നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ വരാഹത്തിന്റെ പുത്രനാണെന്ന സൂചന കുമാര ശബ്ദത്തിലുണ്ട്. ഇനി കുമാര ശബ്ദത്തിന് ബാലകഭാവമെന്നും യുവാവിന്റെ ഭാവമെന്നും വെവ്വേറെ അർത്ഥമുണ്ട്. അപ്പൊ ബാലകനായിരിക്കുന്നവൻ അല്ലെങ്കിൽ യുവാവായിരിക്കുന്നവൻ കുമാരൻ. കുമാര ശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥമുണ്ട്. അപ്പൊ അഗ്നിയെ പോലെ ജ്വലിക്കുന്നവൻ കുമാരൻ. കുമാര ശബ്ദത്തിന് സുബ്രഹ്മണ്യൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ ഭാവത്തിൽ ശോഭിക്കുന്നവൻ ചൊവ്വ. ചൊവ്വയുടെ ദേവൻ സുബ്രഹ്മണ്യനാണ്. അപ്പൊ സുബ്രഹ്മണ്യൻ തന്നെയാണ് ചൊവ്വ എന്ന ഭാവത്തിലാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കുമാരം ശക്തിഹസ്തം, വേലിനെ കയ്യിൽ ധരിച്ചവൻ. സുബ്രഹ്മണ്യന്റെ ആയുധം വേലാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ സുബ്രഹ്മണ്യ ഭാവത്തിൽ കാണുമ്പോൾ വേല് കയ്യിൽ ധരിച്ചിരിക്കുന്നു. ഇനി ശക്തി എന്നതിന് ശക്തി, ബലം എന്ന അർത്ഥം തന്നെ എടുത്താൽ നല്ല ശക്തിയുള്ളവൻ, നല്ല ശക്തിയുള്ള കരങ്ങളുള്ളവൻ, നല്ല ശക്തിയെ ധരിച്ചിരിക്കുന്നവൻ ശക്തിഹസ്തം. അങ്ങനെയുള്ള തം മംഗളം പ്രണമാമ്യഹം, അങ്ങനെയുള്ള മംഗലസ്വരൂപനായ കുജനെ, ചൊവ്വയെ ഞാൻ പ്രണമിക്കുന്നു. മംഗളം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം. അദ്ദേഹം എവിടെയുണ്ടോ അവിടെ സ്വാഭാവികമായും മംഗളം സംഭവിക്കും. എല്ലാ അമംഗളങ്ങളെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാതെയാക്കും. അത്രയും പവിത്രമായ മൂർത്തിയാണ് കുജൻ. അങ്ങനെ ഉള്ള അദ്ദേഹത്തെ ഞാൻ പ്രണമിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ മന്ത്രം. ഇവിടെ കുജനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്, അർത്ഥിക്കുന്നത് നല്ല ശരീരമാണ്. ഭൂമി തത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാവമാണ് അദ്ദേഹത്തിന്. ഭൂമിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് ദേഹത്തിന് വേണ്ടുന്ന പോഷണം, ആരോഗ്യം കുജനിൽ നിന്നും നമ്മൾ സമ്പാദിക്കുന്നു. അപ്പോൾ നല്ല ബുദ്ധി സൂര്യനിൽ നിന്നും കിട്ടി, നല്ല മനസ്സ് ചന്ദ്രനിൽ നിന്നും കിട്ടി, നല്ല ശരീരം നമ്മൾ കുജനിൽ നിന്നും സമ്പാദിക്കുന്നു. ഇങ്ങനെ 3 ഗുണങ്ങൾ അർത്ഥിക്കുന്നു. ധരണീഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം. ഇനി അടുത്തതായി 4ാമത്തെ മന്ത്രം. പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ബുധനെയാണ് നമ്മൾ ഇവിടെ സ്തുതിക്കുന്നത്. പ്രിയങ്കുകലികാശ്യാമം, അദ്ദേഹത്തിന്റെ നിറം ശ്യാമവർണ്ണമാണ്. എങ്ങനെയുള്ള ശ്യാമവർണ്ണമാണ്? പ്രിയങ്കുകലികാശ്യാമം, പ്രിയങ്കു എന്ന പൂവിന്റെ മൊട്ട്, ആ മൊട്ടിനുള്ള നിറത്തിന്റെ ശ്യാമനിറമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ഡാർക്ക് വയലറ്റ് ആയിട്ടുള്ള നിറമാണ് ആ പൂമൊട്ടിനുള്ളത്. അപ്പൊ അതുപോലത്തെ ദേഹത്തോടൊത്തവനാണ് ബുധൻ. രൂപേണ പ്രതിമം, അദ്ദേഹത്തിന്റെ രൂപത്തിന് സദൃശമായി മറ്റൊരു രൂപം ഈ പ്രപഞ്ചത്തിൽ എവിടെയുമില്ല. അപ്പൊ യുണീക്കായ ദേഹത്തോടൊത്തവനാണ്, അത്രയും സുന്ദരനാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തോട് ഉപമിക്കാനായിട്ട് ഒന്നും തന്നെ ഇവിടെയില്ല, ആരും തന്നെ ഇവിടെയില്ല. അതുകൊണ്ട് രൂപേണ പ്രതിമം ബുധം, മഹാപണ്ഡിതനാണ്. അറിവിന്റെ മൂർത്തിമത് ഭാവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അത്രയും പാണ്ഡിത്യമുള്ള, അറിവ് സമ്പാദിക്കാനുള്ള ശേഷിയുള്ളവനാണ് ബുധൻ. സൗമ്യം, സോമന്റെ പുത്രനാണ്. സോമൻ എന്നാൽ ചന്ദ്രൻ. ചന്ദ്രന് താരയിൽ ഉണ്ടായ മകനാണ് ബുധൻ. അതായത് താര എന്ന് പറയുന്നത് ബൃഹസ്പതിയുടെ പത്നിയായിരുന്നു. അപ്പൊ താരയെ ചന്ദ്രൻ അപഹരിച്ച് തന്റെ പക്കൽ വെച്ച സമയത്ത് താരയിൽ നിന്നും ചന്ദ്രൻ ഉണ്ടായ മകനാണ്. ബ്രഹ്മാവ് ഇടപെട്ട് താരയെ വിട്ടുകൊടുക്കുന്ന സമയത്ത് താര ഗർഭിണിയാണെന്നും പിന്നീട് ബുധനെ ജനിപ്പിക്കുന്ന സമയത്ത് ഈ ബുധൻ ആരുടെ മകനാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാവുകയും അങ്ങനെ താര തന്നെ പറഞ്ഞു കൊടുക്കാൻ ഇത് ചന്ദ്രന്റെ മകൻ തന്നെയാണെന്ന്. അങ്ങനെ ചന്ദ്രന്റെ പുത്രനായിട്ടാണ് ബുധൻ ജനിച്ചത്. അതുകൊണ്ട് സൗമ്യൻ, സൗമ്യ ഗുണോപേതം. അദ്ദേഹത്തിന്റെ വ്യവഹാരം വളരെ സൗമ്യമായിട്ടാണ്. സൗമ്യമായിട്ട് വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുണ്ടായിരിക്കുക. കാരണം നല്ല ക്ഷമയുള്ള സമയത്താണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുക.
ഓരോ വ്യക്തിയോടും ഏത് രീതിയിൽ പെരുമാറിയാലാണോ അവർക്ക് കാര്യം മനസ്സിലാവുക എന്ന് മനസ്സിലാക്കി നോക്കി പ്രവർത്തിക്കാനുള്ള ശേഷിയാണ് വാസ്തവത്തിൽ സൗമ്യ ഗുണം. ആ ഗുണമുള്ളവനാണ് ബുധൻ. ആരോടും കർക്കശമായി ഒന്നും പറയാതെ എതിർക്കാതെ മൃദുവായി സമീപിക്കുന്ന രീതിയാണ് ബുധനുള്ളത്. അത് ചന്ദ്രന്റെയും കൂടി ഗുണമാണ്. അതുകൊണ്ടാണ് സൗമ്യ ഗുണോപേതം, ചന്ദ്രനുള്ള ഗുണം ഒത്തവൻ എന്ന അർത്ഥത്തിലും എടുക്കാം. തം ബുധം പ്രണമാമ്യഹം, അങ്ങനെയുള്ള ബുധനെ ഞാൻ പ്രണമിക്കുന്നു. നല്ല ബുദ്ധി, നല്ല മനസ്സ്, നല്ല ശരീരം, ഇത് മൂന്നും നമ്മൾ നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അറിവ് സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അറിവ് സമ്പാദിക്കാനുള്ള ശേഷിയാണ് നമ്മൾ ബുധനിൽ നിന്നും നേടുന്നത്. ഗ്രാഹ്യ ശക്തി എന്ന് പറയാം. കാരണം അറിവ് എങ്ങനെയുള്ളതാണെങ്കിലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അതെങ്ങനെ നേടണമെന്നും അറിയണം, അതെങ്ങനെ നിലനിർത്തണമെന്നും അറിയണം. കാരണം അത് ഓർത്തെടുക്കാനും പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രാഹ്യ ശക്തി, ആ സാമർഥ്യമാണ് ബുധനിൽ നിന്നും നമ്മൾ സമ്പാദിക്കുന്നത്. പ്രിയങ്കു കലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. അങ്ങനെ നല്ല ബുദ്ധി, മനസ്സ്, ശരീരം, നല്ല ഗ്രാഹ്യശക്തി കിട്ടിക്കഴിഞ്ഞു. നല്ല ഗ്രാഹ്യശക്തി കിട്ടിയാൽ ഇനി എന്താ? ഇനി അറിവ് സമ്പാദിക്കണം. അപ്പൊ അതിനുവേണ്ടി അടുത്തതായി നമ്മൾ ഉപാസിക്കാൻ പോകുന്നത് ഗുരുവിനെയാണ്, ബൃഹസ്പതിയെയാണ്. ദേവാനാം ച ഋഷീനാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ബൃഹസ്പതിയെ ഞാൻ നമിക്കുന്നു. ദേവാനാം ച ഋഷീനാം ച ഗുരു, ദേവന്മാരുടെയും ഋഷികളുടെയും ഗുരുവായിരിക്കുന്നവനാണ് ബൃഹസ്പതി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗുരു എന്ന പേര് തന്നെ വന്നത്. കാരണം ഗുരു എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് ബൃഹസ്പതിയെയാണ്. അങ്ങനെ ഇരിക്കുന്നവനാണ് അദ്ദേഹം. കാഞ്ചന സന്നിഭം, സ്വർണ സമാനമായ ദേഹത്തോടൊത്തവനാണ്, സ്വർണത്തെ പോലെ തിളങ്ങുന്നവനാണ് ബൃഹസ്പതി. ബുദ്ധിഭൂതം, ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനാണ്. ബുദ്ധി എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ആത്മജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആത്മീയമായ അറിവിനെ. അപ്പോൾ ആത്മീയമായ അറിവിനെ ലോകർക്ക് പ്രദാനം ചെയ്യുന്നവൻ ഗുരു ബൃഹസ്പതി. ത്രിലോകേശം, ആത്മബോധം നമുക്കുണ്ടായാൽ ശരീരം, മനസ്സ്, ബുദ്ധി നമുക്ക് അധീനമായി ഭവിക്കും. ഇതിനതീതമായി നിൽക്കുന്ന പൊരുളാണ് ഞാൻ എന്ന ബോധം ഉറയ്ക്കും. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ നിയന്ത്രണത്തിൽ വരും. അപ്പോൾ ഈ മൂന്ന് ലോകത്തിനും നമ്മൾ ഈശനാവും. അതാണ് ത്രിലോകേശം. ഇനി ത്രിലോക ശബ്ദം കൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾ എടുത്താലും ആത്മബോധമുള്ളവൻ ഇത് മൂന്നിനും ഈശനായിരിക്കും. അപ്പോൾ ബുദ്ധിഭൂതം ത്രിലോകേശം, ആത്മജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ട് മൂന്നിനും ആധിപത്യത്തെ ഉറപ്പിക്കുന്നവനാണ്. തം നമാമി ബൃഹസ്പതിം, അങ്ങനെയുള്ള ബൃഹസ്പതിയെ ഞാൻ നമിക്കുന്നു. നല്ല ബുദ്ധി, നല്ല മനസ്സ്, നല്ല ശരീരം ആർജിച്ചു, ഗ്രാഹ്യശക്തി സമ്പാദിച്ചു, അറിവ് സമ്പാദിക്കാനും അത് നിലനിർത്താനുമുള്ള ശേഷി സമ്പാദിച്ചു. ഇനി ഇവിടെ ആദ്യം സമ്പാദിക്കുന്നത് ആത്മജ്ഞാനമാണ്. നല്ല ജീവിതം വേണമെങ്കിൽ ആദ്യം അവനവനെ അറിയണം. താൻ ആരാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ നന്നായി ജീവിക്കാൻ പറ്റൂ. അപ്പൊ ആത്മജ്ഞാനമാണ് ബൃഹസ്പതിയിൽ നിന്നും നമ്മൾ സമ്പാദിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥിക്കുന്നത്. ദേവാനാം ച ഋഷീനാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. നല്ല ജീവിതം വേണമെങ്കിൽ ആത്മജ്ഞാനം മാത്രം പോരാ. ആത്മീയമായ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നേടേണ്ടത് ഭൗതികമായ ജ്ഞാനമാണ്. അതാണ് നമ്മൾ അടുത്തതായി അർത്ഥിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഉപാസിക്കുന്നത് ശുക്രനെയാണ്. ഹിമകുന്ദ വൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഹിമകുന്ദ വൃണാലാഭം, അദ്ദേഹത്തിന്റെ നിറം വെളുത്ത നിറമാണ്. ഏതുപോലെയുള്ള വെളുപ്പാണ്? ഹിമത്തിന്റെ വെളുപ്പ്, കുന്തത്തിന്റെ വെളുപ്പ്, മൃണാലത്തിന്റെ വെളുപ്പ്. ഹിമം എന്നാൽ മഞ്ഞ്, കുന്തം എന്നാൽ മുല്ലപ്പൂവ്, മൃണാലം എന്നാൽ താമരയുടെ തണ്ട്. ഇത് മൂന്നിന്റെയും സമാനമായ വെളുപ്പുള്ളവനാണ് ശുക്രൻ. ദൈത്യാനാം പരമം ഗുരു. നേരത്തെ ബൃഹസ്പതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ദേവന്മാരുടെ, ഋഷികളുടെ ഗുരുവാണെന്ന് പറഞ്ഞു. എന്നാൽ ശുക്രൻ ദൈത്യന്മാരുടെ പരമഗുരുവാണ്. സർവശാസ്ത്ര പ്രവക്താരം, എല്ലാ ശാസ്ത്രങ്ങളെയും ലോകത്തിന് പ്രദാനം ചെയ്തവൻ, എല്ലാ ശാസ്ത്രങ്ങളെയും ഉപദേശിക്കുന്നവൻ, സർവശാസ്ത്ര പ്രവക്താരം. ഒരുവൻ എങ്ങനെ ജീവിക്കണമെന്ന് ശാസിക്കുന്നത് എന്തോ അതാണ് ശാസ്ത്രം. അപ്പൊ എല്ലാ മേഖലയിലുമുള്ള അറിവുകളെ ശാസ്ത്രം എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും പ്രദാനം ചെയ്യുന്നവനാണ് ഭാർഗവം. ഭൃഗുവിന്റെ മകനാണ്. ഭൃഗു മഹർഷിക്ക് കാവ്യമാത എന്ന ദേവിയിൽ ഉണ്ടായ മകനാണ് ശുക്രൻ. അതുകൊണ്ട് ഭാർഗവം എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. പ്രണമാമ്യഹം, ഞാൻ പ്രണമിക്കുന്നു. ഗുരുവിൽ നിന്നും ആത്മീയമായ ജ്ഞാനം സമ്പാദിച്ചു.
ഇനി ഭൗതികമായ അറിവാണ് ശുക്രനിൽ നിന്നും. അതുകൊണ്ടാണ് സർവശാസ്ത്ര പ്രവക്താരം എന്ന് പറഞ്ഞത്. ഭൗതികമായ എല്ലാ ശാസ്ത്രങ്ങളിലുമുള്ള അറിവ് ശുക്രാചാര്യർ നമുക്ക് പ്രദാനം ചെയ്യണം. കാരണം ഭൗതികമായ അറിവുണ്ടെങ്കിലേ നല്ല രീതിയിൽ വ്യവഹരിക്കാൻ പറ്റും. ആത്മീയമായ ജ്ഞാനം പ്രചരിപ്പിക്കണമെങ്കിൽ പോലും ഭൗതികമായ ജ്ഞാനം വേണം. അപ്പോൾ ഭൗതികതയെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഭാരതീയർ ഭൗതികതയെയും ആത്മീയതയെയും ഒരുപോലെ ആരാധിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. അപ്പോൾ ആദ്യം ബൃഹസ്പതിയിൽ നിന്നും ആത്മീയ ജ്ഞാനവും പിന്നീട് ശുക്രനിൽ നിന്നും ഭൗതിക ജ്ഞാനവും നേടുന്നു, നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട്. ഇതാണ് 6ാമത്തെ മന്ത്രം. ഹിമകുന്ദ വൃണാലാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. അടുത്തത് 7ാമത്തെ മന്ത്രമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ശനിയെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. നീലാഞ്ജന സമാഭാസം, നീലാഞ്ജനത്തിന്റെ നിറമാണ് ശനിക്കുള്ളത്. നല്ല കറുകറുത്ത നിലമാണ്. നീലാഞ്ജനം എന്നത് ഇംഗ്ലീഷിൽ ആന്റിമനി എന്ന് പറയും. അതിൻ്റെ നിറമാണ്. അപ്പം അത്രയും കറുത്ത നിറത്തോടൊത്തവനാണ് ശനി. ഇനി അദ്ദേഹം ജനിച്ചത് എങ്ങനെയാണ്, ആരുടെ പുത്രനായിട്ടാണ് ജനിച്ചത്? അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് സൂര്യഭഗവാന്റെ ഭാര്യയുടെ പേര് സംജ്ഞ എന്നായിരുന്നു. അവരെ സരണ്യു എന്നും വിളിച്ചിരുന്നു. ഈ സംജ്ഞാദേവിയിൽ സൂര്യഭഗവാന് ആദ്യം 2 മക്കളുണ്ടായി, യമനും യമിയും. പിന്നീട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും 2 മക്കളുണ്ടായി, ഇരട്ട കുട്ടികൾ, അശ്വിനി കുമാരന്മാർ. അങ്ങനെ മൊത്തം 4 മക്കളുണ്ടായി. ഈ 4 മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സംജ്ഞാദേവി സൂര്യനെ വിട്ടുപോയി. ആ സംജ്ഞാദേവിയുടെ നിഴലിൽ നിന്നുമുണ്ടായ ദേവിയാണ് ഛായ. അതായത് ആ സംജ്ഞയുടെ നിഴൽ തന്നെയാണ് ഛായ. ആ ഛായയിൽ സൂര്യൻ ഉണ്ടായ മകനാണ് ശനി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ കഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് പിന്നീടുള്ള വാക്കുകൾ. രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം. രവിയുടെ മകനാണ്, ഛായയുടെയും മാർത്താണ്ഡന്റെയും മകനാണ് ഛായ. മാർത്താണ്ഡൻ എന്ന രവി യമന്റെ സഹോദരനുമാണ്. ഇങ്ങനെയുള്ള ശനൈശ്വരം തം നമാമി, ആ ശനൈശ്വരനെ ഞാൻ നമിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ശനൈശ്വരം എന്നാണ്. പതുക്കെ നടക്കുന്നവനാണ് ശനൈശ്വരൻ. പതുക്കെ നടക്കുന്നവൻ. എന്താ പതുക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രവർത്തിക്കുന്നവൻ. ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിൻ്റെതായ ഒരു താളമുണ്ട്. ആവേശം കൊണ്ട് ആ താളത്തെ തെറ്റിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും ദുഃഖമുണ്ടാവുന്നത്. എന്നാൽ കൃത്യമായ താളത്തോടു കൂടി നമ്മൾ വ്യവഹരിച്ചാൽ, നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ടത് എപ്പോഴാണോ അപ്പോൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ് ശനിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പതുക്കെ ചരിക്കുന്നത്. കാരണം ഏത് വേഗതയിലാണോ പോകേണ്ടത് അങ്ങനെയാണ്. വളരെ നോക്കി വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും. അപ്പോൾ ആ അച്ചടക്കം, ആ ചിട്ടയാണ് നമ്മൾ ശനിയിൽ നിന്നും ആർജിക്കുന്നത്. കാരണം ഗ്രാഹ്യശക്തി നേടി, ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം നേടി. ഇനി ആ ജ്ഞാനത്തിനനുസരിച്ച്, ഭൗതികമായ ജ്ഞാനത്തിനനുസരിച്ച് വ്യവഹരിക്കണമെങ്കിൽ നല്ല ചിട്ടയുണ്ടാവണം. ചിട്ടയില്ലാത്ത രീതിയിൽ ഈ അറിവ് ഉപയോഗിച്ച് ഇവിടെ ജീവിച്ചാൽ നമുക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവില്ല, നാശമാണ് അധികവും ഉണ്ടാവുക. അപ്പൊ നല്ല ചിട്ടയും കൂടി ഉണ്ടാവണം. ആ ചിട്ട, ആ അച്ചടക്കം നമ്മൾ ശനി ഭഗവാനിൽ നിന്നുമാണ് ആർജിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥിക്കുന്നത്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. അടുത്തത് 8ാമത്തെ മന്ത്രമാണ്. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. രാഹുവിനെയാണ് ഇവിടെ ഉപാസിക്കുന്നത്. രാഹുവിനെ ഇവിടെ വിളിക്കുന്നു സിംഹികാഗർഭസംഭൂതം. രാഹുവിന്റെ അമ്മയുടെ പേര് സിംഹിക എന്നായിരുന്നു. സിംഹിക ഹിരണ്യകശിപുവിന്റെ മകളാണ്. ഈ സിംഹികയ്ക്ക് വിപ്രചിത്തിയുമായിട്ടാണ് വിവാഹം നടന്നത്. അതിൽ നിന്നും ഉണ്ടായ പുത്രനാണ് സ്വർഭാനു. സ്വർഭാനു എന്ന അസുരൻ അമൃതപാനം നടക്കുന്ന സമയത്ത്, അതായത് പാലാഴി മഥനമൊക്കെ നടത്തി അമൃതം കിട്ടി മോഹിനി രൂപം ധരിച്ച് വിഷ്ണു വന്ന് അസുരന്മാരെ പറ്റിച്ച് ദേവന്മാർക്ക് അമൃതം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ദേവന്മാരുടെ ഭാവം സ്വീകരിച്ച് ഈ സിംഹികയുടെ മകനായ സ്വർഭാനു ദേവന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്നു. ചന്ദ്രന്റെയും സൂര്യന്റെയും നടുവിൽ വന്നിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഇരുന്ന് വിഷ്ണു വിളമ്പി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും വിളമ്പി കൊടുത്തു. അദ്ദേഹം അത് പാനം ചെയ്തു. ആ പാനം ചെയ്ത സമയത്ത് ചന്ദ്രനും സൂര്യനും കാട്ടിക്കൊടുത്തു, ഇത് സ്വർഭാനുവാണ്, അസുരനാണെന്ന് പറഞ്ഞു. ആ സമയത്ത് വിഷ്ണു സുദർശന ചക്രം പ്രയോഗിച്ചു, അവന്റെ ശിരസ് ഛേദിച്ചു. എന്നാൽ അമൃതം ചെന്നതുകൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. അപ്പൊ സ്വർഭാനുവിന്റെ 2 ഭാഗങ്ങളായിട്ട് മാറി ദേഹം. ശിരസ് രാഹുവായി,
ഉടല് കേതുവായി. ഇതാണ് പുരാണത്തിലുള്ള കഥ. അപ്പോൾ സ്വർഭാനുവാണ് രാഹു. രാഹു എന്ന് പറഞ്ഞാൽ സ്വർഭാനുവിന്റെ ശിരസ്സാണ്, ഉടലാണ് കേതു. അപ്പൊ അതുകൊണ്ട് സിംഹികാഗർഭ സംഭൂതം, അർദ്ധകായം, പകുതി ദേഹമേ ഉള്ളൂ, തല മാത്രമേ ഉള്ളൂ. മഹാവീര്യം, നല്ല വീര്യമുള്ളവനാണ്, നല്ല ഊർജം, നല്ല ശക്തി ഉള്ളവനാണ്. ചന്ദ്രാദിത്യ വിമർദ്ദനം, ചന്ദ്രനെയും ആദിത്യനെയും മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അവരെ ഗ്രസിക്കുന്നവനാണ്. ഗ്രഹണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചന്ദ്രനും സൂര്യനും ഗ്രഹണം സംഭവിക്കുന്നത് രാഹുവിന്റെ ഗ്രസനം മൂലമാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭ സംഭൂതം തം രാഹും പ്രണമാമ്യഹം, അങ്ങനെയുള്ള രാഹുവിനെ ഞാൻ പ്രണമിക്കുന്നു. ഇപ്പൊ നമ്മൾ ആത്മീയവും ഭൗതികവുമായ ജ്ഞാനം സമ്പാദിച്ചു, അതോടൊപ്പം തന്നെ നല്ല അച്ചടക്കവും നേടി. ഇനി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഊർജമാണ്. നല്ല ഊർജം ഉണ്ടെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ ആ ഊർജമാണ് നമ്മൾ രാഹുവിൽ നിന്നും സമ്പാദിക്കുന്നത്. മഹാവീര്യം എന്നിവിടെ വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. വീര്യം എന്നാൽ ഊർജമാണ്, നല്ല ശക്തിയാണ്. അപ്പൊ അദ്ദേഹം ശക്തി പ്രവാഹമായി തന്നെ വർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസാദത്തിലൂടെ നമ്മുടെ ഉള്ളിലും ശക്തി പ്രവാഹം സംഭവിക്കണമെന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാഗർഭ സംഭൂതം തം രാഹും പ്രണമാമ്യഹം. അപ്പൊ നല്ല ഊർജവും നല്ല പ്രവർത്തിക്കാനുള്ള ഊർജവും കിട്ടി. അങ്ങനെ നമ്മളിവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് നല്ലൊരു ജീവിതം നമ്മൾ പടുത്തുയർത്തുകയാണ്. അങ്ങനെ പടുത്തുയർത്തി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും മടങ്ങി വരാത്ത വിധം നമ്മളിൽ തന്നെ ലയിക്കണം, അഥവാ ഈശ്വരൻ ലയിക്കണം. ആത്മാവെന്നോ ബ്രഹ്മമെന്നോ വിളിക്കാം, ഭേദമില്ല, ഒന്ന് തന്നെയാണ്. ആ പൂർണ്ണമായ ലയം സംഭവിക്കണം. അതാണ് മോക്ഷം. ആ മോക്ഷം നേടിയാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ. അതല്ലാതെ നന്നായി ഒരുപാട് ഭോഗങ്ങൾ അനുഭവിച്ച് ജീവിച്ച് അവസാനം മരിച്ച് വീണ്ടും ജനിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് അർത്ഥമില്ല. അപ്പൊ ജീവിതത്തിന് പൂർണ്ണത വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഊർജമെല്ലാം സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ അവസാനമായി മോക്ഷം കൂടി വേണമെന്നുള്ള അർത്ഥന നമ്മൾ കേതുവിൽ നിന്നാണ് നടത്തുന്നത്. അതാണ് 9ാമത്തെ മന്ത്രം. പലാശ പുഷ്പ സങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. പലാശ പുഷ്പ സങ്കാശം, പലാശത്തിന്റെ പൂവിന്റെ നിറമാണ് അദ്ദേഹത്തിനുള്ളത്. പലാശ പൂവിന്റെ നിറം ചുവന്ന നിറമാണ്. അപ്പൊ ചുവന്ന ദേഹത്തോടൊത്തവനാണ്. താരകാഗ്രഹ മസ്തകം, താരകം നക്ഷത്രം, ഗ്രഹം, ഇത് രണ്ടിനും മസ്തകമായിരിക്കുന്നവൻ. മസ്തകം എന്നാൽ ശിരസ്. അപ്പൊ രണ്ടിനും ശിരസായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിനെയും നയിക്കുന്നവൻ. അതായത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നയിക്കുന്നത് കേതുവാണ്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷമാണ്. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായവരെല്ലാം തന്നെ അവസാനം ചെന്നെത്താൻ പോകുന്നത് മോക്ഷത്തിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും നയിക്കുന്നത് ഈ മോക്ഷം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം താരകാഗ്രഹ മസ്തകമാണ്. രൗദ്രം രൗദ്രാത്മകം ഘോരം, രുദ്രൻ ഉള്ളത് എന്തോ അതാണ് രൗദ്രം. രുദ്രന്റെ ഭാവമാണ് രൗദ്രം. രുദ്രൻ എന്താണ് ചെയ്യുന്നത്? സംഹാരമാണ്, ലയിപ്പിക്കുകയാണ്. എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ തിരിച്ചതിലേക്ക് ലയിപ്പിച്ച് അതിന് പൂർണ്ണത നൽകുന്നത്. കാരണം ഉദ്ഭവിച്ചു കഴിഞ്ഞാൽ അപൂർണതയാണ്, ലയിച്ചാൽ പൂർണ്ണതയാണ്. അപ്പൊ ആ പൂർണ്ണതയെ നൽകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവത്തെ രൗദ്രം എന്ന് വിളിച്ചിരിക്കുന്നു. രുദ്രന്റെ ഭാവമാണ്, മോക്ഷമാണ് നമ്മൾ ഇവിടെ അർത്ഥിക്കുന്നത്. അതുകൊണ്ട് രൗദ്രം രൗദ്രാത്മകം, അദ്ദേഹത്തിന്റെ സ്വരൂപം രുദ്രന്റെ സ്വരൂപം തന്നെയാണ്, ലയിപ്പിക്കുന്നവനാണ്. ഘോരം, ആ ലയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിനോ ബുദ്ധിക്കോ ചിന്തിച്ചാൽ അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അപ്രാപ്യമായി തോന്നുന്നത്, നമുക്ക് അടുക്കാൻ പറ്റാത്ത വിധം ശോഭിച്ചു നിൽക്കുന്നത് കൊണ്ട് ഘോരമാണ്. അങ്ങനെയുള്ള തം കേതും പ്രണമാമ്യഹം, അങ്ങനെയുള്ള കേതുവിനെ ഞാൻ പ്രണമിക്കുന്നു. ഇതാണ് 9ാമത്തെ മന്ത്രം. പലാശ പുഷ്പ സങ്കാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം. ഇവിടെ നമ്മൾ ആദ്യം സൂര്യനിൽ നിന്നും ബുദ്ധിയെ സമ്പാദിച്ചു, ചന്ദ്രനിൽ നിന്നും മനസ്സിനെ സമ്പാദിച്ചു, കുജനിൽ നിന്നും ശരീരത്തെ സമ്പാദിച്ചു. ഇതിന് മൂന്നിനും നല്ല പുഷ്ടി നേടി. അത് കഴിഞ്ഞ് ബുധനിൽ നിന്നും നല്ല ഗ്രാഹ്യശക്തി ഉണ്ടാക്കി. ആ ഗ്രാഹ്യശക്തി ഉപയോഗിച്ചുകൊണ്ട് ആത്മീയ ജ്ഞാനം ഗുരുവിൽ നിന്നും, ഭൗതിക ജ്ഞാനം ശുക്രനിൽ നിന്നും നേടി. ആ ജ്ഞാനം ഉപയോഗിച്ച് ജീവിക്കാനുള്ള അച്ചടക്കം ശനിയിൽ നിന്നും നേടി. ആ ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഊർജം രാഹുവിൽ നിന്നും നേടി. അവസാനം മോക്ഷത്തിനുള്ള വഴി നമ്മൾ കേതുവിൽ നിന്നും നേടി. ഇങ്ങനെ 9 ഗ്രഹങ്ങളിൽ നിന്നും ഈ 9 കാര്യങ്ങൾ നേടിക്കൊണ്ട് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന, പൂർണ്ണത്വം നൽകുന്ന ഒരു ഉപാസനയാണ് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇനി അതിന്റെ ഫലശ്രുതിയാണ് തുടർന്ന് വരുന്നത്. ഇതി വ്യാസമുഖോദ്ഗീതം യഃ പഠേത് സുസമാഹിതഃ ദിവാ വാ യദി വാ രാത്രൗ വിഘ്നശാന്തിർഭവിഷ്യതി. ഇതി വ്യാസമുഖോദ്ഗീതം.
വ്യാസന്റെ മുഖത്തിൽ നിന്നും പുറത്തേക്ക് ഉള്ളതായ ഈ സ്തോത്രത്തെ യഹ് സുസമാഹിത പഠേത്. സുസമാഹിതനായിട്ട് ആരാണോ പഠിക്കുന്നത്, സുസമാഹിതൻ എന്ന് പറഞ്ഞാൽ നല്ല ഏകാഗ്ര മനസ്സോടുകൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഏകാഗ്രമായി ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരിതിനെ പഠിക്കുന്നുവോ, നല്ല ശ്രദ്ധയോടെ പഠിക്കുന്നുവോ, ദിവാവാ യദിവാ രാത്രവും, അത് കാലത്താകട്ടെ രാത്രിയിലാകട്ടെ. ചില സ്തോത്രങ്ങൾക്കൊക്കെ പ്രത്യേക വിധി ഉണ്ടാവും, ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ചെല്ലണമെന്ന്. എന്നാൽ ഇതിന് അങ്ങനെ ഒരു വിധിയുമില്ല, എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. അതുകൊണ്ടാണ് ദിവാവാ യദിവാ രാത്രവും എന്ന് പറഞ്ഞത്. കാലത്തും ചെല്ലാം, രാത്രിയും ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ചെല്ലുന്ന സമയത്തിനല്ല, ഭാവത്തിനാണ് പ്രസക്തി. സുസമാഹിതനായിട്ട് വേണം ചെല്ലാൻ, നല്ല ഏകാഗ്ര ബുദ്ധിയോടുകൂടി വേണം ചെല്ലാൻ. അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ വിഘ്നശാന്തിർ ഭവിഷ്യതി, എല്ലാ വിഘ്നങ്ങളും ശാന്തമാകും. നമ്മൾ ജീവിതത്തിൽ പരിശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടാത്തത് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. ആ തടസ്സങ്ങൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. ആ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടിയാൽ മാത്രമേ നല്ലൊരു ജീവിതം പടുത്തുയർത്താൻ പറ്റൂ. അപ്പൊ ആ തടസ്സങ്ങളെ മുഴുവൻ നീക്കാനുള്ള അനുഗ്രഹമാണ് നമ്മൾ ഈ സ്തോത്രത്തിലൂടെ നേടുന്നത്. നമ്മുടെ ഓരോ ഭാവങ്ങളെയും പറഞ്ഞു, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓരോ ഭാവത്തിനെയും പോഷിപ്പിക്കുകയാണ് ഈ ദേവതകൾ, ഈ നവഗ്രഹങ്ങൾ. അങ്ങനെ പോഷിപ്പിച്ചുകൊണ്ട് നല്ലൊരു വ്യക്തിയാക്കി മാറ്റി നമ്മുടെ പ്രവൃത്തികളെയും ഒരു തടസ്സവും ഇല്ലാത്ത വിധം ഒഴുക്കി നമുക്ക് പരമമായ പദത്തെ, മോക്ഷത്തെ അവസാനം നൽകുന്ന വിധം ധന്യമായ ജീവിതം നമുക്ക് ഈ സ്തോത്രം പ്രദാനം ചെയ്യും. ഇതി വ്യാസമുഖോദ്ഗീതം യഹ് പഠേത് സുസമാഹിത ദിവാവാ യദിവാ രാത്രൗ വിഘ്നശാന്തിർ ഭവിഷ്യതി. അടുത്തത് 11ാമത്തെ മന്ത്രമാണ്, ഫലശ്രുതിയുടെ തുടർച്ചയാണ്. നരനാരീ നൃപാനാം ച ഭവേ ദുഃഖ പ്രണാശനം ഐശ്വര്യമതുലം തേഷാം ആരോഗ്യം പുഷ്ടിവർദ്ധനം. നരന്മാർക്കും നാരികൾക്കും രാജാക്കന്മാർക്കും ഭവേ ദുഃഖ പ്രണാശനം, അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന സ്തോത്രമായി ഇത് ഭവിക്കും. ഇപ്പൊ നരന്മാർക്കും നാരിമാർക്കും എന്ന് പറഞ്ഞതിനോടൊപ്പം നൃപന്മാരെന്ന് എടുത്തു പറയാൻ കാരണം സവിശേഷമായ അവസരങ്ങൾ കാണിക്കാനാണ്. സാധാരണക്കാരാണ് നരന്മാരും നാരിമാരും. അവർക്ക് അവരുടേതായ വ്യക്തിപരമായ സുഖദുഃഖങ്ങളാണ് ഉണ്ടാകുന്നത്. ആ ദുഃഖത്തിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും. എന്നാൽ രാജാക്കന്മാർക്ക് വിശേഷപ്പെട്ട ദുഃഖമാണ്. അവർക്ക് ഒരു രാജ്യത്തിനെ കുറിച്ച് മുഴുവൻ ചിന്തിക്കണം. അപ്പൊ സാധാരണക്കാരെക്കാളും കൂടുതൽ ദുഃഖങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. ആ ദുഃഖങ്ങളെയും ഈ സ്തോത്രം ശമിപ്പിക്കും, അതുറപ്പാണ്. അതാണ് നരനാരീ നൃപാനാം ച ഭവേ ദുഃഖ പ്രണാശനം. ഇനി ഇവിടെ നൃപാനാം എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് സാധാരണക്കാർക്ക് രാജകീയമായ പദവിയെ നൽകുമെന്നും അതിലുള്ള സുഖങ്ങൾ അവർ അനുഭവിക്കുമ്പോഴും അതിലുള്ള ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുമെന്നും ധ്വനിയുണ്ട്. അപ്പൊ നല്ല ഉയർച്ച ഈ സ്തോത്രം നമുക്ക് പ്രദാനം ചെയ്യും. മനുഷ്യരെ നയിക്കാൻ തക്കവണ്ണമുള്ള ഭാവം നമുക്കുണ്ടാവും. രാജാക്കന്മാർക്ക് സദൃശമായ ജീവിതം നമുക്കുണ്ടാവും. അതിനെ ഊട്ടിയുറപ്പിക്കാനാണ് അടുത്തതായി പറയുന്നത് ഐശ്വര്യമതുലം. തുലന ചെയ്യാൻ പറ്റാത്ത ഐശ്വര്യം ഉണ്ടാവും. രാജാക്കന്മാർക്ക് അങ്ങനെയാണല്ലോ, ചക്രവർത്തിമാർക്ക് അങ്ങനെയാണ്. അപ്പൊ അത്രയും ഐശ്വര്യം നമുക്കുണ്ടാവും. തേഷാം ആരോഗ്യം, നല്ല ആരോഗ്യം നമുക്കുണ്ടാവും. നമ്മൾ ഓരോ ശരീരത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി, ബുദ്ധിക്ക് വേണ്ടി ഒക്കെ അർത്ഥിച്ചു. അപ്പൊ നല്ല ആരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യമാണെങ്കിലും മനസ്സിന്റെ ആരോഗ്യമാണെങ്കിലും നന്നായി തന്നെ നമുക്ക് ലഭിക്കും. പുഷ്ടിവർദ്ധനം, നല്ല പുഷ്ടിയും ഉണ്ടാവും. പുറത്തുള്ള ജീവിതത്തിനും പോഷണം ലഭിക്കും, നല്ല അഭിവൃദ്ധി ഉണ്ടാവും. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും പോഷണം ലഭിക്കും, അകത്തും അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ നല്ല പുഷ്ടിവർദ്ധനമായി ഈ സ്തോത്രം ഭവിക്കും, അതുറപ്പാണ്. അപ്പൊ അത്രയും ഉയർച്ച നമുക്ക് നൽകി നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കി. കാരണം ഉയരും തോറും ദുഃഖങ്ങളുടെ സാധ്യതയും കൂടാം. കാരണം ഭാരങ്ങൾ കൂടും, ഒരുപാട് അനുഭവങ്ങളുടെ വ്യാപ്തി കൂടും. അപ്പൊ ആ സമയത്തുണ്ടാകുന്ന ദുഃഖങ്ങളെയും ഇതില്ലാതെയാകും. അത്രയും ശക്തിയുള്ള സ്തോത്രവിശേഷമാണ്. നരനാരീ നൃപാനാം ച ഭവേ ദുഃഖ പ്രണാശനം ഐശ്വര്യമതുലം തേഷാം ആരോഗ്യം പുഷ്ടിവർദ്ധനം. അവസാനത്തെ ശ്ലോകമാണ് 12ാമത്തെ മന്ത്രം. ഗ്രഹനക്ഷത്രജാപീഡാസ്തസ്കരാഗ്നി സമുദ്ഭവ താ സർവാ പ്രശമം യാന്തി വ്യാസോ ബ്രൂതേന സംശയ. ഗ്രഹനക്ഷത്രജാപീഡ, ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പീഡ. ഇതിനെ നമുക്ക് ആധിദൈവികമായ ദുഃഖം എന്ന് പറയാം. കാരണം നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളുടെ സ്വാധീനം കൊണ്ടുണ്ടാവുന്ന ദുഃഖമാണ്. ആ ദുഃഖത്തെ ഇത് ശമിപ്പിക്കും. മാത്രവുമല്ല തസ്കരാഗ്നി സമുദ്ഭവ, തസ്കരൻ എന്നാൽ കള്ളൻ, അഗ്നി എന്നാൽ അഗ്നി. അപ്പോൾ തസ്കരനിൽ നിന്നും അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖത്തെയും ഇത് ശമിപ്പിക്കും. അപ്പൊ തസ്കരനും അഗ്നിയും ആദി ഭൗതികത്തിൽപ്പെട്ടു. അപ്പൊ നേരത്തെ
ദുഃഖപ്രണാശനം എന്ന് പറഞ്ഞുകൊടുത്ത് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആധ്യാത്മികമായ ദുഃഖത്തിൽ നിന്നും നിവാരണം കിട്ടുമെന്ന് ഇവിടുത്തെ അർത്ഥം വെച്ച് അനുമാനിക്കാം. കാരണം അതിനുശേഷമുള്ള രണ്ട് ദുഃഖങ്ങളും ആദിദൈവികമായതും ആദിഭൗതികമായ ദുഃഖത്തിൽ നിന്നും നമുക്ക് ശമനം ലഭിക്കും, മോചനം ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. താ സർവാ പ്രശമം യാന്തി, ഈ പറഞ്ഞ എല്ലാ പീഡകളും ശമിക്കും. അപ്പൊ നമ്മൾ ചെയ്ത കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ശമിക്കും, നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ വ്യവഹാരത്തിൽ നിന്നും ജനിക്കുന്ന ദുഃഖങ്ങൾ ശമിക്കും, നമുക്ക് കാണാൻ പറ്റാത്ത ശക്തികളുടെ വ്യവഹാരം കൊണ്ടുണ്ടാകുന്ന ദുഃഖവും ശമിക്കും. അങ്ങനെ താപത്രയങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. വ്യാസോ ബ്രൂതേ ന സംശയ എന്ന് വ്യാസരാണ് പറയുന്നത്. പറയുന്ന വ്യക്തിയുടെ മാഹാത്മ്യം ഓർത്താൽ തന്നെ പറയുന്നത് സത്യമായിരിക്കുമെന്ന് ഉറപ്പിക്കാം. കാരണം വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് വ്യാസൻ. അപ്പോൾ ആ വ്യാസ ഭഗവാനാണ് ഇത് പറയുന്നത്. ന സംശയ, അതിലൊരു സംശയവും ആർക്കും വേണ്ട. വ്യാസന് നേരിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം സത്യവാക്കാണ് അദ്ദേഹം, സത്യം മാത്രം പറയുന്നവനാണ്, സത്യം ദർശിച്ചിട്ടുള്ള ഋഷിയാണ്. അപ്പൊ ഈ സ്തോത്രം ജപിച്ചാൽ നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം ശാന്തി ലഭിച്ച് നല്ല ജീവിതം കിട്ടും, നല്ല ഐശ്വര്യം, നല്ല ആരോഗ്യം, നല്ല പോഷണം ഇതെല്ലാം ലഭിക്കുമെന്ന് വ്യാസർ ഉറപ്പ് നൽകുകയാണ്. അപ്പൊ വ്യാസരുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമായ ഉറപ്പാണ്. അതിന് സംശയം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള സ്തോത്രമാണെന്നാണ് ഈ 3 മന്ത്രങ്ങളിൽ നമ്മളോട് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ് പറയുന്നത്? സ്തോത്രം ജപിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനും അത് ശ്രദ്ധയോടുകൂടി ജപിക്കാനുമാണ്. സുസമാഹിതനായിട്ട് ജപിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ നല്ല ഏകാഗ്രമായി നല്ല ശ്രദ്ധയോടുകൂടി ജപിക്കണമെങ്കിൽ ജപിക്കുന്ന സ്തോത്രം എത്ര മഹത്തരമാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അതിനാണ് എപ്പോഴും ഫലശ്രുതികൾ പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെയുള്ള സ്തോത്രമാണെന്നും ഇതിലുള്ള ഓരോ ഗ്രഹത്തിൽ നിന്നും ഓരോ ദേവതയിൽ നിന്നും നമ്മൾ എന്താണ് ആർജിക്കുന്നത് എന്ന ബോധത്തോടുകൂടി നല്ല ജീവിതം നമുക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് ജപിച്ചാൽ തീർച്ചയായും ഇതിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് ശ്രീ വ്യാസകൃത നവഗ്രഹ സ്തോത്രം സമ്പൂർണം. അങ്ങനെ ശ്രീ വ്യാസദേവനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ നവഗ്രഹ സ്തോത്രം പൂർണ്ണമാകുന്നു. അപ്പൊ നല്ലൊരു ജീവിതത്തെ പ്രദാനം ചെയ്യുന്ന സ്തോത്രമാണ്. അർത്ഥം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇതിൽ നിന്നും നല്ല ജീവിതം നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇത് ജപിച്ചാൽ തീർച്ചയായും ഗുണം ഉണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നവർ, നല്ല ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, അതിൽ നിന്നുമൊക്കെ മോചനം നേടി നല്ല ജീവിതം ജീവിച്ച് ഭുക്തിയോടുകൂടി മുക്തിയെയും നേടണമെന്ന് കാക്ഷിക്കുന്ന എല്ലാവർക്കും, സാധാരണക്കാർക്കായ എല്ലാവർക്കും ഇത് ജപിക്കാവുന്നതാണ്, ജപിക്കേണ്ടതാണ് എന്ന് വ്യാസർ തന്നെ ഇവിടെ പറയുന്നു. അങ്ങനെയുള്ള ഈ നവഗ്രഹ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനം ഈ ഗ്രഹങ്ങളെ മുഴുവൻ നയിക്കുന്ന, അവരിലൂടെയൊക്കെ ലോകത്തിൽ പ്രകാശിക്കുന്ന ഏകചൈതന്യമായ നാരായണന്റെ ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.